കൊല്ലം ജില്ലയിലെ ടൂറിസം മേഖലയിൽ 5 വർഷം കൊണ്ടുണ്ടായത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. കൊല്ലം നഗരത്തിൽ തന്നെയുള്ള വി പാർക്കും തെന്മല എക്കോ ടൂറിസവും തങ്കശ്ശേരിയുമൊക്കെ എടുത്തു പറയേണ്ടവ. കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും ടൂറിസം മേഖലയിലെ വികസനത്തിന് വലിയ സാധ്യതകളാണ് സർക്കാർ തുറന്നു വെച്ചിട്ടുള്ളത്. ബീച്ചുകൾ, പാർക്കുകൾ, എക്കോ ടൂറിസം പദ്ധതികൾ, ദ്വീപുകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നഗരത്തിലെ പ്രധാന ആകർഷണമാണ് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക്. പാലത്തിൻ്റെ അടിവശത്തുള്ള ഭാഗങ്ങളൊക്കെ പാർക്കാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഈ കൊല്ലം ജില്ല 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വളരെയധികം ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ഒരു ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു 10-30,000 പേര് ഇവിടെ വന്നു പോകുന്നുണ്ട്. ചെസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, പിന്നെ സോങ്സിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ ഫാമിലി ആയിട്ട് എല്ലാവരും വരാറുണ്ട്. നല്ല എൻജോയ് ചെയ്യണം. പൊതുമരാമത്തിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റിൽ ടൂറിസം വകുപ്പ് 2 കോടിയിലധികം രൂപ ചെലവിട്ടാണ് നിർമ്മാണം നടത്തിയത്. കഫറ്റീരിയ, കളിസ്ഥലങ്ങൾ, ചെസ് ബോർഡ് തുടങ്ങിയ നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കണമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇരിക്കാറുണ്ട്. കൊള്ളാം. ഞങ്ങൾ ഫ്രീ ടൈമൊക്കെ മാക്സിമം ഇറങ്ങാറുണ്ട് ഇങ്ങോട്ട്. ഞങ്ങളിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടിരിക്കുക, ഫാത്തിമയിലായിരുന്നു, ഫൈനൽ ഇയർ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കൂടാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. തീരദേശ മേഖലയിൽ പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി. തങ്കശ്ശേരിയുടെ സമഗ്ര വികസനമാണ് ഏറ്റവും വലുത്. ബ്രേക്ക് വാട്ടർ, ബീച്ച്, തങ്കശ്ശേരി കോട്ട എന്നിവയെല്ലാം മികച്ചതാക്കി. ബ്രേക്ക് വാട്ടറിന് മാത്രം ചിലവാക്കിയത് 5.55 കോടി രൂപ. എൻ്റെ ഓർമ്മയിലൊക്കെ ആദ്യം ഈ ആളുകൾ ഇവിടെ വരുന്നത് ഈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ആളുകൾ വന്ന് പോകുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ഒഴിവ് ദിവസം ഉണ്ടെങ്കിലും ശനി ഞായർ ദിവസം ഉണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാക്കില്ല. അത്രയ്ക്ക് വാഹനം ഫാമിലിയായിട്ട് വന്ന് അതിന് ഏറ്റവും പ്രധാന കാരണം എൻ്റെ പുറകിൽ കാണുന്ന ഈ ബ്രേക്ക് വാട്ടർ പാർക്കാണ്. ടൂറിസം മേഖലയിലുണ്ടായ വികസനം നാട്ടുകാരുടെ ജീവിത നിലവാരവും ഉയർത്തി. എല്ലാവർക്കും തൊഴിലും അതിനനുസരിച്ചുള്ള ജീവിത നിലവാരവും ഉയർന്നിട്ടുണ്ട്. കച്ചവടമൊക്കെ കൂടിയിട്ടുണ്ട്. മലയോര മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് തെന്മല എക്കോ ടൂറിസം പദ്ധതി കൊണ്ടുവന്നത്. പല ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് എക്കോ ടൂറിസം പദ്ധതിക്കും അനുബന്ധ നിർമ്മാണങ്ങൾക്കും ചിലവാക്കിയത്. തെന്മല ഡാം, ബോട്ടിംഗ്, മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൈൻ, ട്രക്കിംഗ് എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. ടൂറിസം മേഖലയിലെ വികസന പദ്ധതികളുടെ തുടർച്ച പലയിടത്തും ഇപ്പോഴും നടക്കുന്നു. 10,000-ങ്ങളാണ് ഇവയിലൂടെ ജില്ലയിൽ ഉപജീവനം നടത്തുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.